വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബം വീണ്ടും കടുത്ത പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസം CBI അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണ ഉത്തരവ് ഇറങ്ങാത്തത് സംബന്ധിച്ച വലിയ ആശങ്കയും പ്രതിഷേധവും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും കടുത്ത നീക്കത്തിലേക്ക് കുടുംബം വരികയാണ്. സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ചതാണ്, ആഭ്യന്തര വകുപ്പിന്റെ വലിയ പിഴവാണ് എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഉന്നയിക്കുന്ന ആരോപണം. മകന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകും, ആവശ്യമെങ്കിൽ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരം നടത്തുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. വാക്കുകൾ കേൾക്കാം. ഇന്ന് കണ്ടല്ലോ, മകൻ്റെ 41 ചടങ്ങായിരുന്നു. ഇന്ന് 41 ചടങ്ങ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു, ബോധം കെട്ട് കഴിഞ്ഞ്. ഏതായാലും ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു, 41 ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പ്രക്ഷോഭമായിട്ട് മുമ്പോട്ട് പോകുന്നു. പ്രക്ഷോഭമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം 2-3 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഈ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ കാരണക്കാരായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഗൂഢാലോചനയിൽ കൂടെ വന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അക്ഷയ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ക്രിമിനൽ, MM മണി സംരക്ഷിക്കുന്ന ക്രിമിനൽ, അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്തിട്ടില്ല. പോലീസ് കേസ് അന്വേഷിച്ചു, ഇത് CBI കേസ് ഏറ്റെടുത്തിട്ടില്ല. പോലീസ് കേസും മതിയാക്കി വെച്ചു. അത് എന്തുകൊണ്ട് മതിയാക്കി വെച്ചു, അല്ലെങ്കിൽ ഇവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്നും ചോദിച്ചിട്ട് എനിക്ക് നാളെ മുതൽ ക്ലിഫ് ഹൗസിലോട്ട് ഞാൻ ഉറപ്പായിട്ട് ഒരു സമരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് 41 കഴിഞ്ഞിട്ട്, ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും. പക്ഷേ എൻ്റെ വൈഫ് ഇതുവരേക്കും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. ഇന്ന് എന്നെ ബോധം കെട്ട് വീണു. അപ്പം ഞാനും എൻ്റെ മകനും പോകാനായിട്ട് നാളെ പോകും എന്ന് പറഞ്ഞപ്പോഴേ സമ്മതിക്കുന്നില്ല. വൈഫ് എന്ന് സിദ്ധാർത്ഥൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്ക് മുന്നിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അവന് വേണ്ടിയിട്ടുള്ള സമരം അവൾക്ക് മുന്നിൽ നിൽക്കണം, അമ്മയ്ക്ക് മുന്നിൽ നിൽക്കണം. ഞാനൊന്ന് ആരോഗ്യം വീണ്ടെടുത്തിട്ട് ചിലപ്പോൾ ഒരാഴ്ച ആകുമായിരിക്കും, 10 ദിവസം ആകുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മുമ്പ് സമരം ചെയ്താൽ മതി, ഞാൻ മുന്നിൽ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ ഈ സമരത്തിന് ഇറങ്ങുമായിരുന്നു. എന്തുകൊണ്ട് ഈ സംരക്ഷിക്കുന്നു? പിന്നെ ഈ ഇത്രയും പേപ്പർ അവർ ഈ CBIക്ക് കൊടുക്കാനായിട്ട് എന്തുകൊണ്ട് വൈകിച്ച്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു, പ്രൊഫൈമ എന്ന് പറയുന്നു, എനിക്കതൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ, ഇവരൊക്കെ ടെക്നിക്കൽ വേർഡുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത് വൈകിച്ചു? കേസ് അട്ടിമറിച്ചു. ആദ്യത്തെ കേസ് അട്ടിമറിച്ചെന്ന് പറഞ്ഞാൽ പോലീസ് കേസ് ആദ്യമേ അട്ടിമറിച്ചു. എല്ലാവരും സഹായിക്കാൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ അട്ടിമറിച്ചു. രണ്ടാമത് എനിക്ക് CBI അന്വേഷണം ശരി ഇപ്പോഴും തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 ദിവസം എന്നെ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അതും എന്നെ പറഞ്ഞു പറ്റിച്ച്. അവസാനം എന്താ കണ്ടില്ലേ, ഞാൻ 20 ദിവസമായിട്ട് കയറി ഇറങ്ങി നടന്നിട്ട് ആ CBI അന്വേഷണം എന്തായി, കേസ് എന്തായി എന്ന് ചോദിച്ചിട്ട് ആ പേപ്പർ അവിടെ കിടക്കുന്നു, അവിടെ ചെന്ന് അന്വേഷിക്കുക എന്നോട് പറയുന്നതാണ്. എന്നോട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുക, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കുക, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിക്കുക, അവിടെ ചെന്ന് അന്വേഷിക്കുക. ഞാൻ അവിടെ പോയി അന്വേഷിക്കാനാണ്, എനിക്ക് ആരും അറിയില്ല അവിടെ ചെന്ന് അന്വേഷിക്കാനായിട്ട്. അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. അവസാനം ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഒരു 3-4 ദിവസം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അതുവരെ ഉണ്ടാവാത്ത പേപ്പർ പെട്ടെന്നുണ്ടായി, 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ DYSP പറഞ്ഞ് കൊടുത്തു വിട്ട് ഡൽഹിയിലങ്ങ് എത്തിച്ചു. അപ്പോഴേ അവർക്കെല്ലാം പെട്ടെന്ന് കിട്ടി. ആ റിപ്പോർട്ടിനകത്ത് എന്തുണ്ട്? ആ റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ കുറ്റവാളികളെല്ലാം ഉണ്ടോ? ആ പെൺകുട്ടികളുണ്ടോ? ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ ആരോപിക്കുന്ന പെൺകുട്ടികളല്ല. ഇത് ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ലിസ്റ്റിലുള്ള പെൺകുട്ടികളാണ്. അല്ലെങ്കിൽ പോലീസുള്ള കണ്ടുപിടിച്ച ആരുമല്ല. ആൻറ്റി റാഗിങ് സ്ക്വാഡ് ലിസ്റ്റിലുള്ള കണ്ടുപിടിച്ചെങ്കിൽ പോലീസിന് എന്താ ഇത്ര ബുദ്ധിമുട്ട് അത് കേസെടുക്കാനായിട്ട്? അപ്പോൾ കോളേജുകാർ പറഞ്ഞു, അത് പെൺകുട്ടികളാണെങ്കിൽ വേണ്ടെന്ന്. അത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലല്ലോ. പെൺകുട്ടികൾക്ക് ജയിലും ഉണ്ട്. അതെനിക്കറിയില്ല. പെൺകുട്ടികൾ കുറ്റവാളിയായി കഴിഞ്ഞാൽ കേസെടുക്കേണ്ട എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കോളേജിൽ നിന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ആര് പറഞ്ഞു? ഏത് രാഷ്ട്രീയ ഇടപെടലുണ്ടായി? ഇതെല്ലാം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലിഫ് ഹൗസിലോട്ട് പോകുന്നത്. അല്ലാതെ അവർ CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല. CBI അന്വേഷണം പേപ്പർ കൊടുത്തു, ചിലപ്പോൾ അതിൻ്റേതായ പ്രൊസീജിയർ കാണും, വൈകുമായിരിക്കും എന്നൊക്കെ പറയുന്നു. ശരി, എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പോയി, എല്ലാം അട്ടിമറിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഡീനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? പിന്നെ അവൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പിലാണ് അവൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ മൃഗസംരക്ഷണ വകുപ്പിൽ അവസാനമായിട്ട് ഈ സസ്പെൻഷൻ പിൻവലിച്ചത് ലിസ്റ്റ് കൊടുത്തത് ഡീനാണ് കൊടുത്തത്. ഡീന് കൊടുത്തത് VCക്ക് കൊടുത്തു. VC സസ്പെൻഷൻ പിൻവലിച്ചു, VC രാജിവെക്കുകയും ചെയ്തു. നിയമവിരുദ്ധന്മാർ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഡീനെതിരെ എന്ത് ആക്ഷൻ എടുത്തു? മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്ത് ആക്ഷൻ എടുത്തു? അതും എനിക്ക് ചോദിക്കണമല്ലോ. ഇപ്പം മന്ത്രി ഒന്നും അറിയാതെ അങ്ങനെ വെറുതെ ഇരിക്കുക, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഡീനെതിരെ എന്ത് ആക്ഷൻ എടുത്തു? ഇതും ചോദിക്കണം. ഇതെല്ലാം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലിഫ് ഹൗസിലോട്ട് ഉടനെ തന്നെ അവർ ഉണ്ടാവും. എൻ്റെ ഭാര്യയ്ക്ക്, അതായത് സിദ്ധാർത്ഥിൻ്റെ അമ്മയ്ക്ക് ആരോഗ്യം വീണ്ടെടുത്ത ഉടനെ ഞാൻ ഈ സമരമായിട്ട് പോകും. 1 ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോകില്ല. എന്തായാലും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് കടുത്ത പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കുടുംബം നീങ്ങുന്നത്.